നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ മരിച്ചു പോയെന്ന് കരുതിയോ ചേട്ടാ? മോളെ, എന്നെ വിട്ടു പോവാൻ നിനക്കാവില്ലെന്ന് എനിക്കറിയാം. എങ്കിലും ഞാനൊന്ന് പേടിച്ചു പോയി ദേവി. ഞാനും ഒരു മനുഷ്യനല്ലേ. ചേട്ടന് വേണ്ടി ജനിച്ച പെണ്ണാ ഞാൻ. അമ്മ താക്കോലൂടെ പോയി. ആരോ വാതിൽ പൂട്ടിയതാണല്ലോ. മുൻവാതിൽ അടച്ചു കഴിഞ്ഞാൽ നിലവറയ്ക്കുള്ളിൽ കാറ്റും വെളിച്ചവും കിട്ടില്ല. ദൈവമേ, വായു കിടക്കാത്ത നിലവറയിലെ 5 മിനിറ്റിനപ്പുറത്തേക്ക് ഒരാൾ ജീവിച്ചിരിക്കാൻ സാധ്യത കുറവാണ്. തിരുമേനി, ദേവി, മോളെ, മോളെ നന്ദിനി, ദേവി, മോളെ, എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ അമ്മ. അത് നമ്മുടെ ദേവി അല്ലായിരുന്നു മോളെ. മോളെ, മോളെ നന്ദിനി. നമ്മളെ ഉപദ്രവിക്കാൻ വന്ന മൂർത്തിയായിരുന്നു. എന്റെ ദൈവമേ, നന്ദിനിമാർ ഇവിടെ 2 പേരുണ്ടെന്നാ മൈഥിലിയും പറഞ്ഞത്. മക്കളെ, താക്കോൽ എവിടെ പോയിന്ന് നോക്ക്. അല്ല, ഈ വാതിൽ ഇങ്ങനെ പൂട്ടിയത് ആരായിരിക്കും? അതാ മൈഥിലി ആയിരിക്കും, അല്ലാതാരാ? എനിക്ക് ഇപ്പൊ തന്നെ അവളോട് ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. മോനെ കാർത്തി, ഇപ്പൊ അവളോടൊന്നും ചോദിക്കാൻ പോവണ്ട. ഈ നിലവറ പൂട്ടിയത് അവളാണെങ്കിൽ താക്കോല് അവളുടെ കൈ തന്നെ കാണില്ലേ മുത്തശ്ശി? അവള് മനഃപൂർവ്വം നിലവറ പൂട്ടിയതാണെങ്കിൽ താക്കോൽ അവള് തരുവടാ. അതുവരെ അകത്ത് കിടക്കുന്ന നന്ദിനി ജീവിച്ചിരിക്കില്ല. ദേവി, നിങ്ങൾ അതിനൊന്നും പോവാതെ നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ വാതിൽ തുറന്ന് നന്ദിനിയെ രക്ഷിക്കാൻ നോക്ക് മക്കളെ. എന്റെ അമ്മ. ചെല്ല്. ദേവി, 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 അമ്മേ, മോനെ, ഇതിന് വല്ലാത്ത ശക്തിയാണമ്മേ. എന്റെ ദൈവമേ. കാന്തി, നല്ല കരയാതെ മഹാദേവനോട് പ്രാർത്ഥിക്കെല്ലാവരും. ദേവി, എന്റെ ഈശ്വര. ദേവി, അവളാ മൈഥിലി. മനഃപൂർവ്വം ഇവരെ കൊല്ലാൻ വേണ്ടി ഈ നിലവറ പൂട്ടിയതായിരിക്കും. മോളെ നന്ദിനി, മോളെ, എന്റെ ദൈവമേ. മോനെ, ഇനി അതിനൊന്നും സമയമില്ല മോനെ. എന്റെ മോള് ജീവിച്ചിരിപ്പുണ്ടോന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. എന്റെ മഹാദേവ, രക്ഷിക്കണേ. പാവം എന്റെ അമ്മ, രക്ഷിക്കണേ ഭഗവാനെ. എന്റെ മഹാദേവ. അയ്യോ ദൈവമേ, എന്റെ അമ്മ രക്ഷിക്കണേ. എന്റെ ദൈവമേ. നിലവറയുടെ താക്കോല്. ഭഗവാനെ, അവിടെ നിന്നൊരായിരം നന്ദി. നിലവറയുടെ താക്കോല്. മോളെ, താക്കോൽ എവിടുന്ന് കിട്ടി? ദൈവം കൊണ്ട് തന്നതാ. സാക്ഷാൽ പരമശിവൻ. എന്റെ അമ്മ അത്രയ്ക്ക് ഇഷ്ടമാ ഭഗവാന്. ദേവി, ദേവി, ദൈവമേ, അമ്മേ, മോളെ ദേവി, നന്ദിനി, അമ്മേ, മോളെ, അമ്മേ. ദൈവമേ, അയ്യോ, എന്താ പറ്റിയേ? മോളെ.
അയ്യോ, ദേവമേ, മോളെ നന്ദിനി, കണ്ണ് തുറക്ക്. മോളെ. അമ്മേ, ദേവമേ, അമ്മേ, കണ്ണ് തുറക്കമ്മേ. തുറക്ക് ദേവി. ദേവി ദേവി കണ്ണു തുറക്ക് ദേവി. ദേവി അമ്മേ, ദേവമേ, ദേവമേ, കണ്ണ് തുറക്ക് ദേവമേ. കുട്ടേ കുറച്ച് വെള്ളം കൊണ്ടുവരൂ. ആ ഞാനിപ്പോ കൊണ്ടുവരും തിരുമേനി. അമ്മേ, എഴുന്നേക്കമ്മേ. കണ്ണു തുറക്ക് മോളെ നന്ദിനി, മോളെ ഒന്ന് കണ്ണു തുറക്ക്. ദേവി. ദേവി ഞാനാ ദേവി. കണ്ണു തുറക്ക് ദേവി. ദേവി അമ്മേ, അമ്മേ, കണ്ണു തുറക്കമ്മേ. ദേവമേ, ഒന്ന് കണ്ണ് തുറക്ക് ദേവമേ. മോളെ നന്ദിനി എഴുന്നേക്ക്. മോളെ, മോളെ കണ്ണു ദേവി. തുറക്ക്. ദേവി അമ്മേ, കണ്ണു തുറക്ക്. പ്രാർത്ഥിച്ചു. ഓം നമഃ ശിവായ. ശിവായ. ഓം നമഃ ശിവായ. ദേവി ശിവായ. തിരുമേനി വെള്ളം. ആ വെള്ളം കുട്ടിയുടെ മുഖത്തേക്ക് തളിക്കുക. കുറച്ചുകൂടി തളിക്ക്. ഓം നമഃ ശിവായ. ദേവി കണ്ണു തുറക്ക്. ദേവി അമ്മേ, മോളെ. അമ്മേ, കണ്ണു തുറക്കമ്മേ. അമ്മ കണ്ണ് തുറക്കമ്മേ. മോളെ. കണ്ണു തുറക്ക് ദേവി. അമ്മേ, അമ്മേ കണ്ണു തുറന്നു ദേവി. എന്റെ ഭഗവാനെ. ദേവി ദേവി ജേട്ടാ മരിച്ചു പോയെന്ന് കരുതിയോ ചേട്ടാ? മോളെ. ഇല്ല, എന്നെ വിട്ടു പോവാൻ നിനക്കാവില്ലെന്ന് എനിക്കറിയാം. എങ്കിലും ഞാനൊന്ന് പേടിച്ചു പോയി ദേവി. ഞാനും ഒരു മനുഷ്യനല്ലേ. ജേട്ടന് വേണ്ടി ജനിച്ച പെണ്ണാ ഞാൻ. ജേട്ടനെ തനിച്ചാക്കി എന്നെ മാത്രം വിളിക്കോ ദൈവം? ദേവി ചേട്ടാ മഹാദേവ നീ തന്നെ കാത്തു. എന്റെ ഭഗവാനെ. അവൻ പറഞ്ഞ വീട് ഇത് തന്നെയാണോ? വിളിച്ചു നോക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.